ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയാണ്. അമിത വേഗത്തിൽ വാഹനമോടിക്കുന്നവരെ പിടികൂടി വാഹനാപകടങ്ങൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ഇപ്പോഴും പ്രവർത്തനരഹിതമാണ്. 225 കോടി രൂപ മുടക്കി 721 ക്യാമറകളാണ് സ്ഥാപിച്ചത്. പക്ഷേ ഈ ക്യാമറകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല. വർഷം ഒന്നാകാറായി ഈ ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ട്. റോഡ് അപകടങ്ങൾ സംസ്ഥാനത്ത് പതിവായിട്ടും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ഇതുവരെയും മിഴി തുറന്നിട്ടില്ല. സ്വകാര്യ ബസിന്റെ അമിതവേഗം മൂലം കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ ബൈക്ക് യാത്രികന്റെ ജീവൻ പൊലിഞ്ഞത്. സമാനമായി നിരവധി വാഹന അപകടങ്ങൾ നടന്നിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോഴും ഉറക്കത്തിലാണ്. കെൽട്രോൺ നേരിട്ട് സ്ഥാപിച്ച AI ക്യാമറകളിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തനാനുമതി ലഭിച്ചിട്ടില്ലാത്തതിനാൽ പിഴ ഈടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിയെങ്കിലും മന്ത്രിസഭാ യോഗവും പരിഗണിച്ചില്ല. വളരെ കർശനമാക്കിയതുകൊണ്ടാണ്, കർശനമാക്കുന്നുള്ള പരാതിയും വളരെയധികം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധിവരെയെങ്കിലും അപകടങ്ങൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ അതിൻ്റെ പ്രവർത്തനം സജ്ജമാകുന്നതോടുകൂടി ഇത്തരം അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങളുടെ കൃത്യത നമുക്ക് മനസ്സിലാക്കാനും അവയ്ക്കെതിരെ നടപടികൾ കർശനമാക്കാനും കഴിയും. അമിത വേഗതയിൽ ഓടുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെയും ഉടമകൾക്കെതിരെയുമുള്ള നടപടി വളരെ കർശനമായിരിക്കും. കർശനമായ നടപടികൾ എടുക്കുന്നുള്ള പരാതി വ്യാപകമായി ഉണ്ടെങ്കിൽ പോലും നടപടികൾ എടുക്കുന്നതിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിന്നോട്ട് പോകുന്നതല്ല. ആദ്യഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പുമായി ക്യാമറകൾ ബന്ധിപ്പിക്കുന്നതിനും അനുബന്ധ ജോലികൾ പൂർത്തിയാക്കുന്നതിനും കാലതാമസം നേരിട്ടിരുന്നു. എന്നാൽ കെൽട്രോൺ തന്നെ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുകയും സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കി ട്രയൽ റൺ നടത്തുകയും ചെയ്തു. പിന്നീട് കെൽട്രോണും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പൂർത്തിയാക്കേണ്ട പരിശോധനകൾ വൈകിയതും തിരിച്ചടിയായി. 725 ഗതാഗത നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി 235 കോടി രൂപയാണ് സേഫ് കേരള പദ്ധതി വഴി ചെലവഴിച്ചത്. കൂടാതെ 30 ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് ഓരോ ക്യാമറയും സ്ഥാപിച്ചത്. ദിനംപ്രതി 100 കണക്കിന് വാഹന അപകടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റോഡ് സുരക്ഷയ്ക്ക് വർഷാന്തം കോടികൾ ചെലവാക്കിയിട്ടും കാര്യക്ഷമമായി ഈ നാട്ടിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിയമലംഘനങ്ങൾ ഇനിയും എത്രനാൾ ഈ ക്യാമറകൾ നോക്കി നിൽക്കും? ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദകുമാർ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇത്തരത്തിലുള്ള ക്യാമറകൾക്ക് നിയമലംഘനങ്ങൾ അത്രയും വേഗം കണ്ടെത്താൻ സാധിക്കുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ പോവുകയും അതോടൊപ്പം തന്നെ ഈ ഹെൽമറ്റ് ധരിക്കാതെ പോവുകയും ഈ വേഗത കൃത്യമായി കണക്കാക്കാനും ഈ ഒരു ക്യാമറകൾക്ക് കഴിയുമെന്നതാണ് ഈ ക്യാമറയുടെ പ്രത്യേകതകൾ. അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിലും ഈ ക്യാമറകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. കൂടുതൽ കാലങ്ങളിൽ ഈ ക്യാമറകൾ നിൽക്കും. ഈ ഒരുപാട് സമയം പ്രവർത്തിക്കാനും കഴിയും, ഒരുപാട് ദൃശ്യങ്ങൾ ശേഖരിക്കാനും കഴിയുമെന്നാണ് ഈ ക്യാമറയുടെയൊക്കെ തന്നെ പ്രത്യേകത. എന്തായാലും ഈ ക്യാമറകൾ കഴിഞ്ഞ 11 മാസമായി സംസ്ഥാനത്ത് ഉടനീളം 725 ക്യാമറകൾ നിരത്തിലുണ്ട്. പക്ഷേ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ട്രയൽ റൺ അടക്കം ഇപ്പോൾ നടത്തി അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടും മന്ത്രിസഭാ യോഗം പരിഗണിക്കാതെ ഈ വിഷയം മാറ്റിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വാഹന അപകടങ്ങൾ ദിവസവും 100 കണക്കിന് വാഹന അപകടങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നത്. ഈ വാഹന അപകടങ്ങൾ നടക്കുമ്പോഴും പോലീസിന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷവും സംസ്ഥാനത്തുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും ക്യാമറകൾ ഉണ്ടെങ്കിൽ പോലും ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ആ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ അത് ശേഖരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കെൽട്രോൺ ആണ് ഇത്തരത്തിൽ ഈ ഒരു ക്യാമറകളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യങ്ങൾ ശേഖരിച്ചു പോകുന്നത്. ഈ ക്യാമറകൾ ഇത്രയും കാലമായിട്ടും പല രീതിയിലുള്ള, പ്രത്യേകിച്ച് ആദ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പും അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ധനവകുപ്പിലെ ഫയലിന് അംഗീകാരം നൽകുന്നതിലെ കാലതാമസമുണ്ടായിരുന്നു. അതിനുശേഷം ഈ മന്ത്രിതലത്തിൽ തന്നെ ഈ വിഷയങ്ങൾ ഇടപെട്ട് ഇതിന്റെ ഈ ഒരു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ മന്ത്രി ആന്റണി രാജു തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു. പക്ഷേ അതിനുശേഷവും കൃത്യമായ രീതിയിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഈ ഒരു ക്യാമറയുമായി ബന്ധപ്പെട്ട രീതിയിൽ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ ക്യാമറകൾ ബന്ധിപ്പിക്കുന്നതിലെ കാലതാമസം നേരിട്ടിരുന്നു. അപ്പോഴും കൃത്യമായ രീതിയിൽ ജീവനക്കാർ ഇല്ല എന്ന് പറഞ്ഞ് ഈ ക്യാമറകളുടെ ഒരു പ്രവർത്തനം അത് താളം തെറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതിനുശേഷം കെൽട്രോൺ തന്നെ ആവശ്യമായ ജീവനക്കാരെ വയ്ക്കുകയും ഈ ദൃശ്യങ്ങൾ
ശേഖരിക്കാനും അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളിലെ പകർത്തുന്ന നിയമലംഘനങ്ങൾ അത് പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും കൈമാറാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. ആ ഒരു സമയത്ത് പോലും ഈ കെൽട്രോണും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പൂർത്തിയാക്കേണ്ട ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ വന്നതും ഈ ഒരു വിഷയങ്ങൾക്ക് തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്രയും മികച്ച രീതിയിലുള്ള ക്യാമറകൾ സംസ്ഥാനത്ത് ഇപ്പോൾ സ്ഥാപിച്ചിട്ട് കൂടി കഴിഞ്ഞ 11 മാസമായി ഇത് നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ ക്യാമറകളും സ്ഥാപിക്കുന്നതിന് 30 ലക്ഷം രൂപ പ്രത്യേകം ചെലവഴിക്കുകയും 725 കോടി രൂപ മുടക്കിയാണ് ഇത്തരത്തിൽ 725 ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി 235 കോടിയാണ് ഈ സേഫ് കേരള പദ്ധതി വഴി ചെലവാക്കുകയും ചെയ്ത് ഇത്രയും കോടികൾ മുടക്കിയിട്ടും ആർക്കും ഉപയോഗപ്പെടാത്ത രീതിയിലാണ് ഈ ക്യാമറകൾ ഇന്നും നിരത്തിൽ നിൽക്കുകയും ചെയ്യുന്നത്. കിരൺ. ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. താലൂക്ക് ഓഫീസ് അടച്ചിട്ട് ജീവനക്കാരിൽ ഭൂരിപക്ഷവും ടൂറിന് പോയതടക്കമുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. ആ വാർത്തയിലെ അവരുടെ ടൂറിൻ്റെ ദൃശ്യങ്ങളടക്കം വന്നിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് റവന്യൂ വകുപ്പിനെ മോശക്കാരാക്കാൻ വേണ്ടി കോന്നി MLA ജനീഷ് കുമാർ ചെയ്ത പ്രവർത്തനമാണെന്നും ജനീഷിൻ്റെ പ്രവർത്തനത്തിനെതിരെ CPIക്ക് വിമർശനം ഉള്ള വാർത്തയുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ പലതും വരാനുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.